4 മാസം മുമ്പ്, അതായത് ഫെബ്രുവരിയിൽ 24 പുറത്തുവിട്ട ഒരു വാർത്ത വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ആറന്മുളയിലെ ഭൂമിയിൽ IT പാർക്ക് പദ്ധതിയുമായി KGS കമ്പനി രംഗത്തു വരുന്നു എന്ന വാർത്തയായിരുന്നു പ്രൈം ടൈം വിത്ത് SKനിൽ 24 പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്ത് പുറത്തുവിട്ടത്. TOFL പത്തനംതിട്ട ഇൻഫ്ര ലിമിറ്റഡ് എന്ന പേരിൽ സർക്കാരുമായി യോജിച്ച് പദ്ധതി നടത്താമെന്നറിയിച്ച് കമ്പനി IT വകുപ്പിനെ സമീപിച്ചിരുന്നു. ഫെബ്രുവരി 22-ന് 24 സംപ്രേഷണം ചെയ്ത ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമിയിൽ IT പാർക്ക് പദ്ധതിയുമായി വിമാനത്താവള സംരംഭകരായ KGS ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. ഇൻഫോ പാർക്ക് ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് എന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ പേര്. 7000 കോടി രൂപയുടെ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലുമെന്നാണ് വാഗ്ദാനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഒരു IT പാർക്ക് കൊണ്ടുവരുന്നതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഇതിലൂടെ ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തി ക്രമീകരിച്ച ഭൂമിയിൽ തന്നെ IT പാർക്ക് തുടങ്ങാനാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. IT വകുപ്പിനാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അപേക്ഷയും മറ്റും നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ R ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നൽകും. ശ്രീജിത്ത്, നമ്മൾ ഫെബ്രുവരിയിൽ നൽകിയ വാർത്തയാണ്. ഇന്ന് അത് മറ്റ് പലയിടത്തും വാർത്തയാവുകയും സജീവ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്തൊക്കെ നടന്നിട്ടുണ്ട്? അതിൻ്റെ തുടർച്ച ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു ഇപ്പോൾ? വിജയകുമാർ, ഫെബ്രുവരി 22-നാണ് പ്രൈം ടൈം SKN ഷോയിൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ആറന്മുള വിമാനത്താവള കമ്പനിയുടെ പ്രായോജകരായ KGS ഗ്രൂപ്പ് മറ്റൊരു പേരിലാണ് പുതിയ കമ്പനിക്കായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ കമ്പനിയുടെ പേര് TOFL പത്തനംതിട്ട ഇൻഫ്ര ലിമിറ്റഡ് എന്നാണ്. 7000 കോടി രൂപയുടെ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലവസരം നൽകുന്ന ഒരു വിപുലമായ ഇലക്ട്രോണിക് പാർക്ക് പദ്ധതിക്കാണ് സർക്കാരിനെ ഈ ഗ്രൂപ്പ് സമീപിച്ചത്. ഈ പദ്ധതിയുടെ അതേ ഒരു പ്രോജക്റ്റുമായി വ്യവസായ വകുപ്പ് ഫെബ്രുവരി 23-ന് സംഘടിപ്പിച്ച ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് എന്ന, അതായത് ആഗോള നിക്ഷേപക സംഗമത്തിലും ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചിരുന്നു. ഈ പദ്ധതിയുടെ അപേക്ഷ ആദ്യം IT വകുപ്പിനാണ് നൽകിയത്. IT വകുപ്പ് ഈ പദ്ധതിയിൽ പ്രത്യേകിച്ചും 132 ഏക്കർ ഭൂമിയാണ് ഈ കമ്പനിയുടെ കൈവശമുള്ളത്. ഇതിൽ 16 ഏക്കർ മാത്രമേ 16 ഹെക്ടർ മാത്രമേ കരഭൂമിയുള്ളൂ. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ലംഘനമായതുകൊണ്ടാണ് വിമാനത്താവള പദ്ധതിക്ക് നേരത്തെ അനുമതി നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പിൽ നിന്ന് അഭിപ്രായം തേടി. കൃഷിമന്ത്രി P പ്രസാദ് പദ്ധതി എതിർത്തുകൊണ്ട് വിശദമായ കുറിപ്പെഴുതി. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിൻ്റെ ശക്തമായ എതിർപ്പ് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും പദ്ധതിയുമായി ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ വന്നതുകൊണ്ട് മുഖ്യമന്ത്രിയായി സമീപിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൃഷി വകുപ്പിനോട് സർക്കാർ ഈ അഭിപ്രായം തേടി. അപ്പോഴും കൃഷി വകുപ്പ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ആഗോള നിക്ഷേപ സംഗമത്തിൽ വന്ന പദ്ധതി എന്ന നിലയ്ക്ക് ഇപ്പോഴും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം ചീഫ് സെക്രട്ടറി സമിതി എടുക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കൃഷി വകുപ്പിൻ്റെ എതിർപ്പ് അവിടെ വളരെ സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. ഫെബ്രുവരി 22-നാണ് നമ്മൾ ഈ വാർത്ത നൽകിയത്. അതിനുശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, കൃഷി വകുപ്പ് ഈ പദ്ധതിയെ എതിർക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ കൃഷി വകുപ്പ് എതിർക്കുമ്പോഴും സർക്കാർ എന്ന നിലയിൽ ആ പദ്ധതി മുന്നോട്ട് തന്നെയാണ്. അതിന്മേൽ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.